എത്താം ശ്രീജിത്ത്. ഇപ്പോൾ ജോർജ് പൊടിപ്പാറ മുതിർന്ന മാധ്യമ പ്രവർത്തകൻ കൂടിയുണ്ട്. ശ്രീ ജോർജ് പൊടിപ്പാറ, രാഷ്ട്രീയത്തിൽ വലിയ വിമർശനം നേരിടുന്ന ഒന്ന് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കുടുംബാധിപത്യം എന്നതാണ്. അത് ദേശീയ രാഷ്ട്രീയം പരിശോധിച്ചാലും പല സംസ്ഥാനങ്ങളിലെ കണക്കുകൾ പരിശോധിച്ചാലും ഒക്കെ അങ്ങനെ തോന്നാറുണ്ട്. കേരളത്തിലേക്ക് എത്തുമ്പോൾ ഉമ്മൻചാണ്ടിയുടെ കുടുംബം എന്നത് നമുക്കറിയാം. ആ കുടുംബത്തിൽ നിന്ന് തന്നെയുള്ള ചാണ്ടി ഉമ്മൻ മത്സരരംഗത്തേക്ക് വന്നു എന്നതും നമുക്കറിയാം. പക്ഷേ ചിലപ്പോഴെങ്കിലും കോൺഗ്രസിന് ഈ കുടുംബാധിപത്യത്തിൻ്റെ ആവശ്യകതയുണ്ട് എന്നത് തള്ളിക്കളയാനാകില്ലല്ലോ. അവിടെ നിന്ന് മാത്രം മത്സരിച്ചാൽ ജയിക്കാൻ പറ്റുന്ന ചില മണ്ഡലങ്ങളും അങ്ങനെയുള്ള കുടുംബങ്ങളുമൊക്കെ കേരളത്തിലുണ്ട്. ഇവിടെ നിലവിൽ ചാണ്ടി ഉമ്മൻ MLA ആണ് എന്ന വസ്തുത അവിടെ നിലനിൽക്കുമ്പോൾ തന്നെ ചെങ്ങന്നൂരോ അല്ലെങ്കിൽ ആറന്മുളയോ പോലെയുള്ള മണ്ഡലങ്ങൾ തിരിച്ചു പിടിക്കാൻ ഒരുപക്ഷെ ഇതേ ഉമ്മൻചാണ്ടി കുടുംബത്തിൽ നിന്ന് വരുന്ന ഒരു സ്ഥാനാർത്ഥിക്കപ്പുറത്ത് മികച്ച പേരുകൾ മുന്നോട്ട് വയ്ക്കാൻ പറ്റാത്തൊരു പശ്ചാത്തലം കോൺഗ്രസിന് ഉണ്ടോ? അവിടേക്ക് അച്ചൂമ്മൻ്റെ പേരൊക്കെ നേരത്തെ തന്നെ സജീവമാണ്. അതിനോടൊപ്പം മറിയ ഉമ്മൻ്റെ പേര് കൂടി ചേർക്കപ്പെടുമ്പോൾ എങ്ങനെയാണ് താങ്കൾ ആ രാഷ്ട്രീയ സാഹചര്യത്തെ വിലയിരുത്തുന്നത്? ഉമ്മൻചാണ്ടി എന്ന പേരിന് കേരളത്തിന്റെ രാഷ്ട്രീയത്തില്, പ്രത്യേകിച്ച് കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഒരു മാസ്മര ശക്തിയുണ്ട്. അത് കോൺഗ്രസുകാരുടെ ഇടയിൽ മാത്രമല്ല, കേരളത്തിന്റെ പൊതുസമൂഹത്തിനിടയിലും ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന ആ ഒരു നേതാവിന്, കോൺഗ്രസ് നേതാവ്, മുഖ്യമന്ത്രി, ഇങ്ങനെ പല നിലകളിൽ കേരള രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിന്ന ആ മനുഷ്യന്റെ പേര് ജനഹൃദയങ്ങളെ വല്ലാതെ സ്പർശിക്കുന്ന അല്ലെങ്കിൽ ചലിപ്പിക്കുന്ന ഒരാർദ്രത സൃഷ്ടിക്കുന്ന ഒരു പേരാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ മക്കളോടും കേരളത്തിലെ പൊതുസമൂഹത്തിന് ഒരു വൈകാരികതയുണ്ട്. അത് നമ്മൾ കണ്ടു കഴിഞ്ഞു. അദ്ദേഹം ജീവിച്ചിരുന്ന കാലത്ത് ഈ മക്കളെ ഒന്നും പൊതു രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവരാനോ അവരെ വളർത്താനോ ഉള്ള ഒരു ശ്രമവും നടത്തിയില്ല എന്നുള്ള ഒരു വസ്തുതയാണ്. പക്ഷെ പിന്നീട് അദ്ദേഹത്തിന്റെ മരണശേഷമാണ് ചാണ്ടി ഉമ്മൻ പുതുപ്പള്ളിയിൽ സ്ഥാനാർത്ഥിയാകുന്നതും പുതുപ്പള്ളിയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും മികച്ചൊരു ഭൂരിപക്ഷത്തിന് അദ്ദേഹം വിജയിക്കുകയും ചെയ്തു. ഇപ്പോ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് കോൺഗ്രസിനെയും UDF-നെയും സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമാണ്. ഒരു ഡു ഓർ ഡൈ ബാറ്റിൽ, ഒരു ജീവൻമരണ പോരാട്ടമാണ്. ഇപ്പോഴില്ലെങ്കിൽ ഒരിക്കലും ഇല്ല എന്ന നിലയ്ക്കാണ് UDF ഈ തെരഞ്ഞെടുപ്പിനെ കാണുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും വിജയസാധ്യതയുള്ള സ്ഥാനാർത്ഥികളെ പരമാവധി രംഗത്തിറക്കി വിജയം നേടുക എന്നൊരൊറ്റ അജണ്ടയിലാണ് പാർട്ടിയും മുന്നണിയും നിൽക്കുന്നത്. ആ ഒരു സാഹചര്യത്തിലാകാം ഒരുപക്ഷെ ഉമ്മൻചാണ്ടി കുടുംബത്തിൽ നിന്നും മറ്റാരെങ്കിലും ഇറക്കാൻ കാര്യം അച്ചൂമ്മനെയോ അല്ലെങ്കിൽ മറിയ ഉമ്മനെയോ കൂടി സ്ഥാനാർത്ഥിയാക്കുന്ന കാര്യം ആലോചിക്കുന്നു. പക്ഷെ ഞാൻ വിചാരിക്കുന്നത് പരമാവധി ഒരുപക്ഷെ അച്ചൂമ്മനെയോ അല്ലെങ്കിൽ മറിയ ഉമ്മനെയോ ആരെയെങ്കിലും ഒരാളെ കൂടി പരിഗണിക്കുന്നത് ഒരുപക്ഷെ സമൂഹം അംഗീകരിക്കുമെങ്കിൽ പോലും 3 പേരെയും സ്ഥാനാർത്ഥിയാക്കുന്ന രീതിയിലേക്കൊക്കെ പോയാൽ അത് വലിയ വിമർശനവും അത് ഗുണത്തെക്കാളേറെ ദോഷം ചെയ്യും എന്ന് പക്ഷക്കാരനാണ് ഞാൻ. ഒരിക്കലും ശരിയായ രീതിയല്ല. 3 പേരും മത്സരരംഗത്തേക്കൊക്കെ വരിക എന്ന് പറയുന്നത് കേരള സമൂഹം പൊറുക്കുമെന്നോ ഉൾക്കൊള്ളുമെന്നോ കരുതാൻ ന്യായമില്ല. അത് ചിലപ്പോൾ തിരിച്ചടിക്കുകയും ചെയ്യും. അതുകൊണ്ട് അതിനോട് ഞാൻ ഒരിക്കലും യോജിക്കുന്നില്ല. അത് കോൺഗ്രസിന് ഗുണമല്ല ചെയ്യുക, ദോഷം ചെയ്യുക. കുടുംബാധിപത്യം എന്നുള്ള ആരോപണം വരും. വേറെ ആരും മത്സരിക്കാനില്ലേ? ഒരു കുടുംബത്തിലെ അംഗങ്ങൾ മാത്രം നിന്നാണോ ജയിക്കാൻ പറ്റുള്ളൂ? വേറെ ആരും, എത്രയോ ചെറുപ്പക്കാർ കോൺഗ്രസിൽ കഴിവുറ്റ ധാരാളം ചെറുപ്പക്കാരുണ്ട്. അതുകൊണ്ട് തന്നെ അവരെ മുഴുവൻ തഴഞ്ഞൊരു അവിടെ താങ്കളെ സൂചിപ്പിക്കുന്ന പോലെ തീർച്ചയായും ചെറുപ്പക്കാരുടെ ഒരു നിര ഇപ്പോൾ കോൺഗ്രസിനുണ്ട്. മാത്രവുമല്ല ഈ ലക്ഷ്യ 2026 ചർച്ച ചെയ്യപ്പെട്ടത് വളരെ മുതിർന്ന നേതാക്കളിൽ പലരെയും ഒക്കെ മാറ്റി നിർത്തുക, ഒരു മിക്സിംഗ്, അതായത് യൂത്ത്, വനിത, അതോടൊപ്പം സീനിയർ, അങ്ങനെ ഒരു കാറ്റഗറി ആയിരിക്കാം സ്ഥാനാർത്ഥി പട്ടിക എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതെന്തുമാകട്ടെ, അവസാന നിമിഷങ്ങളിൽ ചിലപ്പോൾ മാറ്റങ്ങൾ ഉണ്ടാകാം, പൊട്ടിത്തെറികൾ ഉണ്ടാകാം. അതൊക്കെ ഉണ്ട് എങ്കിൽ പോലും താങ്കളെ സൂചിപ്പിക്കുന്ന യുവനിരയാകട്ടെ അല്ലെങ്കിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തകരാകട്ടെ, ഈ 2 മണ്ഡലങ്ങൾ ചെങ്ങന്നൂർ അതോടൊപ്പം തന്നെ ആറന്മുള, അത് തിരിച്ചു പിടിക്കാൻ പറ്റുന്ന തരത്തിലുള്ള മറ്റു പേരുകൾ അങ്ങനെ താങ്കൾ ഉയർന്നു കേൾക്കുന്നുണ്ടോ? അതിനുശേഷിയുള്ള കൂടുതൽ നേതാക്കൾ ആ മണ്ഡലത്തിനെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നതായി വിലയിരുത്തപ്പെടുന്നുണ്ടോ? ഞാൻ വിചാരിക്കുന്നത് ഈ ഓർത്തഡോക്സ് സഭയ്ക്ക് ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ളൊരു മേഖലയാണ് ഈ പറഞ്ഞ സ്ഥലങ്ങൾ. ചെങ്ങന്നൂരും അതുപോലെ തന്നെ ആറന്മുളയൊക്കെ വലിയൊരളവിൽ ഓർത്തഡോക്സ് സഭയ്ക്കാണ്. അവിടെ ഒരു ക്രൈസ്തവ സഭ എന്നുള്ള നിലയ്ക്ക് ഏറ്റവും കൂടുതൽ സ്വാധീനം ഓർത്തഡോക്സ് സഭയ്ക്കാണ്. അതുകൊണ്ട് തന്നെ ഉമ്മൻചാണ്ടി ഓർത്തഡോക്സ് സഭയുമായിട്ട് വളരെ ബന്ധം പുലർത്തിയിരുന്ന ഒരാളാണ്. ഓർത്തഡോക്സ് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഉമ്മൻചാണ്ടിയുടെ മക്കൾ എന്നൊക്കെ പറയുമ്പോൾ ഒരു അതിവൈകാരികത ഉണ്ടാവുകയും ചെയ്യും. ആ നിലയ്ക്ക് ഈ ചെങ്ങന്നൂരും ആറന്മുളയിലും അവർ മത്സരിച്ചാൽ അതിന് പ്രത്യേകിച്ചൊരു ഒരു നേട്ടം ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷെ അവർ മാത്രമാണോ എന്ന് ചോദിച്ചാൽ, ഇപ്പൊ ഉദാഹരണത്തിന് അബിൻ വർക്കി യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഉള്ള സാധ്യത ഉണ്ടായിട്ടും നഷ്ടപ്പെട്ട അബിൻ വർക്കിയെ പോലെ ഒരാള് ഈ 2 മണ്ഡലത്തിലും അദ്ദേഹം ഓർത്തഡോക്സ് സഭക്കാരനാണ്, നല്ല നേതാവാണ്, മിടുക്കനാണ്. ചാനൽ ചർച്ചകളിലൊക്കെ ഒരുപക്ഷെ മറ്റ് ഏതൊരാളെക്കാൾ മികവ് കാണിക്കുന്ന വളരെ വളരെ എന്താ പറയാ പ്രസന്റബിൾ ആയിട്ടുള്ള, വളരെ പ്ലസന്റ് ആയിട്ടുള്ള ഒരു കാൻഡിഡേറ്റ് ആണ്. അപ്പൊ അതുകൊണ്ട് ഈ 2 മണ്ഡലത്തിലും അബിൻ വർക്കി തീർച്ചയായിട്ടും
തീർച്ചയായിട്ടും ഈ സാമുദായിക സമവാക്യങ്ങൾ എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ പോലും നല്ലൊരു ചോയ്സ് ആണ്. ഞാൻ പറയുന്നത് ഇവരാരും അയോഗ്യരാണെന്നല്ല, പക്ഷെ അങ്ങനെയുള്ള ആളുകൾ പാർട്ടിക്കകത്തുണ്ട്. ഇതിൽ ഏത് മണ്ഡലത്തിൽ വേണമെങ്കിലും പ്രസന്റ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു കാൻഡിഡേറ്റ് ആണ് അബിൻ വർഗി. ഇപ്പൊ ചെങ്ങന്നൂരിൽ ഇപ്പൊ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വോട്ടിംഗ് പാറ്റേൺ താങ്കൾ കാണിച്ചല്ലോ. കഴിഞ്ഞ തവണ 2 BJPയും കോൺഗ്രസും ചേർന്നാൽ കഷ്ടിച്ച് ആ വോട്ടിനെടുത്ത് സജി ചെറിയാൻ പിടിച്ച വോട്ടിന് അടുത്തെത്തുകയുള്ളായിരുന്നു, അല്ലെങ്കിൽ നേരിയ വ്യത്യാസം ഉണ്ടായിരുന്നുള്ളൂ. BJP പ്ലസ് കോൺഗ്രസ് ഈക്വൽ ടു സജി ചെറിയാന് കിട്ടിയ വോട്ടിന്റെ അടുത്താ എത്തുന്നത്, അല്ലെങ്കിൽ തൊട്ടപ്പുറത്ത്. അപ്പൊ ആ നിലയ്ക്കല്ല ഇത്തവണത്തെ ഈ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലെ വോട്ടിംഗ് വരുമ്പോ ഏതാണ്ട് 30,000-ലധികം അല്ലെങ്കിൽ 36,000 40,000 വോട്ടിന്റെ ഭൂരിപക്ഷം എന്നുള്ളത് നേരെ പോയിട്ട് 4,000-ലേക്കൊക്കെ താഴുകയാണ്. അപ്പൊ ഒരു നല്ല കാൻഡിഡേറ്റ് 1826-ലേക്ക് താഴുകയാണ്. അപ്പൊ ഒരു നല്ല സ്ഥാനാർത്ഥി അബിൻ വർക്കി ആവട്ടെ, മറിയ ഓമൻ ആവട്ടെ, അച്ചു ഓമൻ ആവട്ടെ, അങ്ങനെ ഒരു നല്ല കാൻഡിഡേറ്റ് വന്നാൽ, മാത്രമല്ല സജി ചെറിയാൻ കഴിഞ്ഞ കുറെ കാലമായിട്ട് പല കാര്യങ്ങളിലും വിവാദങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് അദ്ദേഹം വ്യക്തിപരമായിട്ട് തന്നെ ഒരുപാട് വിവാദം സൃഷ്ടിക്കുന്നുണ്ട്. പാർട്ടി ഉണ്ടാക്കുന്ന വിവാദങ്ങളും ഭരണവിരുദ്ധ വികാരങ്ങളും ഒക്കെ അവിടെ നിൽക്കുമ്പോൾ തന്നെ പൊതുവിൽ ഇടതു മുന്നണിക്കുണ്ടായ ആ ഒരു തിരിച്ചടി അല്ലെങ്കിൽ അവർക്കുണ്ടാകുന്ന രാഷ്ട്രീയ വികാര്യതയ്ക്ക് പുറമെ സജി ചെറിയാൻ എന്ന നേതാവിന്റെ ഗ്രാഫിലും വലിയ വീഴ്ചയുണ്ട്. അദ്ദേഹത്തിന്റെ സ്വീകാര്യതയിലും അദ്ദേഹത്തിന്റെ പെർഫോമൻസിനെയൊക്കെ സംബന്ധിച്ച് പലപ്പോഴും വാവിട്ട വാക്കുകൾ അദ്ദേഹത്തിന് വിനയായി വരുന്നുണ്ട്. അപ്പൊ ഈ ഘടകങ്ങളെല്ലാം നിലനിൽക്കെ രാഷ്ട്രീയമായിട്ടുള്ള ആ ഒരു എന്താ പറയാ പ്രതിച്ഛായ നഷ്ടം, അതുപോലെ തന്നെ ഭരണപരമായ വീഴ്ചകൾ, കൂടാതെ പൊതുവായിട്ടുള്ള മറ്റ് ഘടകങ്ങൾ, രാഷ്ട്രീയ ഘടകങ്ങൾ, ഇതിന് പുറമെ സ്ഥാനാർത്ഥി എന്നുള്ള നിലയ്ക്ക് സജി ചെറിയാനും മുമ്പുള്ള ഒരു പ്രതിച്ഛായ നഷ്ടം, ഇതെല്ലാം കൂടെ ചേർക്കുമ്പോൾ കൊള്ളാവുന്ന ഒരു നല്ല കാൻഡിഡേറ്റ് അദ്ദേഹത്തിനെതിരെ രംഗത്ത് വന്നാൽ ചെങ്ങന്നൂര് ഒരു ബാലികാറാമലയാണെന്ന് ഞാൻ കരുതുന്നില്ല. ഒരുപക്ഷെ ഒരു അട്ടിമറിയുടെ ചൂളം വിളി ചെങ്ങന്നൂരിൽ നിന്ന് കേൾക്കുന്നുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. യെസ്, അത്തരം അട്ടിമറി സാധ്യതകൾ തള്ളിക്കളയാനാകില്ല. നമ്മൾ കൊല്ലത്ത് മേയർ തെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിലടക്കം ആ അട്ടിമറിയാണ് കോൺഗ്രസ് പോലും പ്രതീക്ഷിച്ചതിനപ്പുറത്തെ വിജയമാണ് അവിടെ സംഭവിച്ചത്. ഒരുപക്ഷെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും അത്തരം പ്രതിഫലനങ്ങൾ ഉണ്ടായി.